ഉണ്ണികൃഷ്ണൻ 5 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മൂമ്മ, 13 വയസ്സുള്ള സഹോദരൻ, പെൺസുഹൃത്തിന്റെ മാതാപിതാക്കൾ, ഈ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉമ്മയെ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ ലഭ്യമായ വിവരം. താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവ എന്ത്? ഞങ്ങൾ തന്നെ ഇത് അറിഞ്ഞപ്പോൾ പല സ്ഥലത്ത് 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ 5, ഒന്ന് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലാണ്. അത് 88 വയസ്സായ ഒരു സ്ത്രീയാണ്. അടുക്കളയിൽ ആണ് അവര് രക്തത്തിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഒരു 5:30 മണിയോടുകൂടി അവരുടെ ഒരു മകൾ വന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടിരുന്നത്. ആ സമയത്ത് പാങ്ങോട് പോലീസിനെ വിവരം അറിയിക്കുകയും പാങ്ങോട് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അറിഞ്ഞതെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവര് അല്ലാതെ വീഴ്ചയിൽ സംഭവിച്ചാവാം. അതായത് നല്ല രക്തത്തിൽ കുളിച്ചാണ് കിടന്നിരുന്നത്. ഭിത്തിയുടെ ഒരു ഭാഗത്ത് ചോര ഉണ്ടായിരുന്നു. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ അവർക്ക് ഒരു ദുരൂഹതയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എന്നിട്ട് ഫിംഗർ പ്രിന്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുത്താം എന്നുള്ള രീതിയിലായിരുന്നു പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും വിവരം ലഭിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് 3 പേരെ മകൻ വെട്ടി എന്ന ഒരു വാർത്ത വരുന്നത്. ആ സമയത്ത് നമ്മളിവിടെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് അമ്മയെയും അതുപോലെ തന്നെ ഒരു കാമുകിയെയും അനുജനെയും വെട്ടി എന്ന ഒരു വാർത്ത വന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പേരുമലയിലും ഇതിന് സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നത്. പക്ഷെ എന്താണ് കാരണം എന്നുള്ളത് ഇതുവരെയായിട്ട് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പൊ പോലീസും മറ്റും ഒന്നും പറയുന്നില്ല. കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രാദേശിക തലത്തിൽ നാട്ടുകാരുടെ പറയുന്നതും എന്താണ് എന്ന് അറിയില്ല. ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് മാത്രമേ അവർക്ക് അറിയാവൂ. ഒരു പെൺകുട്ടി, ഇവര് ഇപ്പോൾ ആരടുത്തും അങ്ങനെ സംസാരിക്കുന്നതൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. നേരത്തെ ഈ നാട്ടുകാരും ഇപ്പം ആകെ അന്തമിട്ടിരിക്കുകയാണ്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമാക്കട്ടെ. ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല ഉണ്ണികൃഷ്ണൻ, അതായത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് പെൺസുഹൃത്തിനെ ഫർസാനയെ അഫാൻ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലേ? അതെ എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ എത്ര ദിവസത്തിന് മുമ്പാണ് ഇവർ തമ്മിൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫൈ ഇപ്പൊ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരിക്കലും കിട്ടില്ല. നാട്ടുകാർ പലയിടത്തും സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്, ഇത് ആരാണ് എന്തെന്ന് അറിയില്ല. പിന്നെ ഇവർ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് സംസാരിക്കാറൊന്നും ഇല്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇനി കൂടുതൽ പോലീസ് ചോദ്യം ചെയ്ത് മറ്റ് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആറ്റിങ്ങൽ DYSP ഇവിടെ വന്നിട്ടുണ്ട്. ഈ മരണം നടന്ന സ്റ്റേഷൻ പരിധിയിൽ പോകുന്നുണ്ട്. കാരണം ആറ്റിങ്ങൽ DYSPയുടെ കീഴിലാണ് ഈ 5 മരണവും നടന്നത്. അത് 3 സ്ഥലത്തായിട്ടാണ്. 2 സ്റ്റേഷൻ പരിധിയാണ്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പാങ്ങോട് പോലീസ് സ്റ്റേഷനും. നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ്. അഫാൻ എന്ന ഈ ഫോട്ടോയിൽ കാണുന്ന, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിയാണ് അതിക്രൂരമായ കുറ്റകൃത്യം നിർവഹിച്ചിരിക്കുന്നത്. സ്വന്തം പെൺസുഹൃത്തിനെ, അവരുടെ മാതാപിതാക്കളെ, സ്വന്തം 13 വയസ്സുള്ള സഹോദരനെ, സ്വന്തം ഉമ്മൂമ്മയെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം ഉമ്മ. വളരെ ഗുരുതരമായ പരിക്കമായ കൊലപാതകം എന്ന് നമുക്ക് പറയാം. ഈ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് ഈ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. ഈ പ്രതി വിദേശത്തായിരുന്നു. ഇയാൾ വിസിറ്റിംഗ് വിസയിൽ വിദേശത്തായിരുന്നു. അതിനുശേഷം തിരികെ വന്നതാണ്. മാതാവ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന, മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ആൾ കൂടിയാണ്. ഈ അഫ്വാൻ കൊലപ്പെടുത്തിയ അഫ്സാൻ എന്ന 13 വയസ്സുകാരൻ വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ഓർക്കണം. ലത്തീഫ്, ഷാഹിദ എന്നിവരാണ് എസൻപുരം ചുള്ളാളത്ത് മരിച്ചത്. ഇവർ 2 പേരും ഈ ഫർസാനയുടെ മാതാപിതാക്കളാണ്. ലത്തീഫ്, ഷാഹിദ എന്നിവർ പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളാണ്. ഇവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നു.